ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് CMA CAT-ൻ്റെ ലോ പേപ്പറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ലോ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പേപ്പർ 1 CMA CAT-ൻ്റെ പേപ്പർ 1 അക്കൗണ്ട്സ് 1-ൻ്റെ കൂടെ വരുന്ന ഒരു സബ്ജക്റ്റാണ് ലോ. 40 മാർക്സിൻ്റെ പോർഷനാണ്. 60 മാർക്സ് വരുന്നത് അക്കൗണ്ട്സ് 1-ൽ നിന്നാണ്. 40 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ചോദ്യങ്ങളാണ് ചോദിച്ച് കാണാറുള്ളത്. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഉണ്ടാവാറില്ല. ഇനി ടോപ്പിക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സെക്ഷൻ എ, സെക്ഷൻ ബി എന്നുള്ള രീതിയിൽ അതിന് തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ എയിൽ നമുക്ക് കോൺട്രാക്ട് ആക്ട് ഉണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്, പിന്നെ ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, പാർട്ട്ണർഷിപ്പ്, LLP ഇങ്ങനെയുള്ള ഒരു പോർഷനാണ് സെക്ഷൻ എ വരുന്നത്. ഇതിൽ നിന്നാണ് 70% ക്വസ്റ്റ്യൻസും ചോദിക്കാറുള്ളത്. മെജോറിറ്റി ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഏരിയ നിന്നാണ്. അതിൽ തന്നെ കോൺട്രാക്റ്റും സെയിൽ ഓഫ് ഗുഡ്സും നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതിൽ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും ക്ലാസ് സ്ട്രെസ് ചെയ്യാറുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന സമയത്ത് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ നമുക്ക് ലേബർ ലോ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കമ്പനീസ് ആക്ട് ഉണ്ട്, എത്തിക്സ് ഉണ്ട്. ക്ലിയർ? ഇതിൽ തന്നെ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞ മെജോറിറ്റി ടോപ്പിക്സും നിങ്ങൾക്ക് എവിടേക്ക് വരുന്നുണ്ട്, ഇൻ്റർമീഡിയറ്റിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ബേസും കൂടെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സബ്ജക്റ്റ് എന്ത് ചെയ്യാറുള്ളത്, ഡെലിവർ ചെയ്യാറുള്ളത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ CMA ഇൻ്ററിനും അത് വളരെയധികം ബെനിഫിഷ്യൽ ആവും. CMA ഇൻ്ററിലേക്ക് വരുമ്പോൾ ഒരു 100 മാർക്സിൻ്റെ പേപ്പറാണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയൊരു സംശയങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് അസ്. താങ്ക് യു.